സ്നേഹനിധികളായ ആത്മാന്വേഷകരെ, സൂഫി ആസ്വാദകരെ, മസ്നവിയെ മഅനവിയുടെ 46-ാമത്തെ ദിവസമാണിന്ന്. നമ്മളിതിൻ്റെ ആഴങ്ങളിലേക്ക് കൺപാർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്നവിയിൽ ഒളിച്ചുവെച്ച ആ നിധി കുംഭത്തിലേക്ക് ഒരു തുള്ളി, ആ സമുദ്രത്തിൽ നിന്നൊരു തുള്ളി പാനം ചെയ്യാൻ. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് ശിഷ്യനായ ഹുസാമുദ്ദീൻ ഗുരുവായ മൗലാന റൂമിയോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു സ്നേഹാഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ദിവ്യ ശ്രുതികൾ കാതോർക്കാൻ എന്നെ അനുവദിക്കൂ, എനിക്കത് പകർന്നു തരൂ, നേർക്കുനേർ പകർന്നു തരൂ എന്ന് പറയുമ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയല്ല ആ വഴി, ഇത് ഈ രഹസ്യങ്ങൾ മറിഞ്ഞിരിക്കലാണ് പ്രിയപ്പെട്ടവൻ്റെ പ്രിയം. അതുകൊണ്ട് കഥകളിലൂടെ പൊരുളുകൾ ഹൃദയത്തിൽ അറിയുന്നവനാവുക നീ. ഗൂഷ്ധാർ എന്ന് പറഞ്ഞു. ഇന്നലെ നാം പറഞ്ഞു, പറയാൻ കഴിയാത്ത രഹസ്യത്തെ കേൾക്കാൻ കഴിയുന്നവനാക്കുക, വാക്കുകൾ വായിക്കാൻ കഴിയാത്ത രഹസ്യത്തെ അക്ഷരങ്ങൾക്കപ്പുറത്ത് നിന്ന് പകർന്നെടുക്കാൻ കഴിയുന്നവനാകുക. അങ്ങനെയാണ് മറ്റ് പ്രണയികളുടെ കഥകളിലൂടെ ലോകം ഇന്നുവരെ ഓരോരുത്തരുടെയും അകമേയിരിക്കുന്ന പ്രണയരഹസ്യത്തെ വൈവിധ്യമാർന്ന രീതികളിലൂടെ പ്രകാശനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അങ്ങനെ അറിയലാണ് മഹത്തരം, അല്ലാതെ നേർക്കുനേർ ഈ ദിവ്യരഹസ്യത്തെ വെളിവാക്കാൻ കഴിയില്ല, അത് വെളിവാക്കാൻ കഴിയുകയുമില്ല. അതിൻ്റെ രീതി അതല്ല. അതെങ്ങാനും അറിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ പൂർണ്ണപ്രകാശം നിൻ മുന്നിൽ മിഴി തുറന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അടുത്ത വരികളിലായിട്ട്. ഗുരുശിഷ്യ സംഭാഷണത്തിൻ്റെ തുടർച്ച തന്നെയാണ് അടുത്തതായിട്ടുള്ളത്. 6, 10, 137, 138, 139, 140, 137 മുതൽ 140 വരെയുള്ള ഈരടികളാണ് ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഫാർസി വരികൾ വായിക്കാം. ഗുഫ്ത മക്ഷൂഫ് ബിറഹ്ന ഗൂയിൻ ആഷ്കറാബ കെ പിൻഹാൻ ദിക്ര ദീൻ പർദ ബർദാർ വ ബിറഹ്ന ഗൂ കെ മൻ മീന ഖുസ്ബം ബാ സുനം ബാ പീറഹൻ ഗുഫ്തമാർ ഉറിയാൻ ശബദൂ ദർ ഇയാൻ നീ तो मानी नी किनारत नी मियान आरज़ूमी ख्वाह ली के अंदाज़े ख्वाह बर नताबद कूह रायक बर्गे काह. ഗുഫ്ത് ഹുസാമുദ്ദീൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, മക്ഷൂഫ് വ ബിറഹ്ന ഗൂയീൻ, മക്ഷൂഫ് എനിക്ക് വെളിപ്പെടുത്തി തരൂ, അത് വെളിവാക്കി പറയൂ എന്ന് പറയുകയാണ്. എങ്ങനെയാണ് വെളിവാക്കി പറയേണ്ടത്? വബിറഹ്ന ഗൂയീൻ, എന്നിലേക്ക് പറയേണ്ടത് ഏറ്റവും തുറന്ന് വെളിവാക്കി. മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ കശ്ഫ് എന്ന വാക്ക്, എനിക്ക് വെളിവാക്കൂ എന്നാണ് പറയുന്നത്. ആ കശ്ഫ്, ഈ കശ്ഫ് എന്നത് അകമേ വെളിവാക്കപ്പെടുന്നതാണ്. കശ്ഫ്, സൂഫികളുടെ കശ്ഫ് എന്ന് പറയുന്നത് അവരുടെ അകമേ ഇൻഡ്യൂട്ടീവായിട്ട് അവരുടെ അകമേ വന്ന് നിറയുന്ന വെളിപാടുകളുടെ വെളിച്ചമാണ് യഥാർത്ഥത്തിൽ കശ്ഫ്. മുക്കാശഫ എന്നൊക്കെ പറയും. ആ വെളിപ്പെടൽ അവർക്ക് സംഭവിക്കുന്നത്, അതിൻ്റെ അവസ്ഥകൾ. അപ്പോൾ ആ കശ്ഫിലൂടെ ആന്തരികമായി അകമേ അതിനെ വെളിപ്പെടുത്തി തരൂ. ബിറഹ്ന എന്ന് പറഞ്ഞാൽ നഗ്നമാക്കിക്കൊണ്ട്, അതിൻ്റെ എല്ലാം തുറന്നുകൊണ്ട് എനിക്കതിനെ വെളിപ്പെടുത്തി തരുമോ, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ, അങ്ങ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അത് ഏറ്റവും തുറന്ന് വെളിവാക്കി തരണം അങ്ങ് എന്ന് ആവശ്യപ്പെടുകയാണ് ശിഷ്യൻ. പിന്നെയും ആ ശിഷ്യൻ്റെ അഭിവാഞ്ച അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞു. ഹുസാമുദ്ദീൻ എന്നത് ഓരോ ആത്മാന്വേഷിയുടെയും പ്രതീകമാണ്. ഓരോ ആത്മാന്വേഷിയും ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത് എത്രയും പെട്ടെന്ന് അതിനെ പകർന്നു തരൂ, ഞാൻ പാകപ്പെട്ടിരിക്കുന്നു, ഞാൻ പൂർണ്ണത കൈവരിച്ചിരിക്കുന്നു, എനിക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയും, എല്ലാം കൈ ഒതുക്കാനുള്ള ശേഷി എന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഓരോ ശിഷ്യനും.
ആ ശിഷ്യൻ പിന്നെയും പിന്നെയും അതിനെ വേണ്ടി അർത്ഥിച്ചു കൊണ്ടിരിക്കും, യാചിച്ചു കൊണ്ടിരിക്കും, തേടിക്കൊണ്ടിരിക്കും, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കതിനെ തുറന്ന് അതിൻ്റെ ഉള്ളും പുറവും എനിക്കതിനെ വ്യക്തമാക്കി തരൂ, ഏറ്റവും എന്നിലേക്കത് വെളിപ്പെടുത്തി തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആഷ് കറാബെ കെ പിൻഹാൻ ദിക്റദീൻ, അതിനെനിക്ക് മറയില്ലാതെ, പിന്നെയും പിന്നെയും പറയാണ്, ആഷ് കറാബെ, അതിനൊരു മറയുമില്ലാതെ, പിൻഹാൻ, അതിൻ്റെ മൂടുപടങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ആ ദിക്റദീൻ, ഇവിടെ ഉപയോഗിച്ച വാക്കതാണ്, ആ ദിവ്യരഹസ്യത്തെ, ആ ദീനിൻ്റെ ദിക്റിനെ, ആ ദിവ്യമായ നിധിയെ, ആ ദിവ്യരഹസ്യത്തെ, ആ ധർമ്മ പ്രകാശത്തെ, ആ ധർമ്മ ധ്യാനത്തെ, ആ ധ്യാനപൂർവം ഇരിക്കുന്ന ആ നിധി, ധ്യാനമായിട്ടിരിക്കുന്ന ആ നിധിയെ എനിക്ക് ഏറ്റവും ഒരു മറയും വെക്കാതെ എനിക്കായി അത് വെളിപ്പെടുത്തി തരൂ എന്ന് പിന്നെയും പിന്നെയും വളരെ തീവ്രമായ അഭിവാഞ്ചയോടുകൂടി, വളരെ ആവേശത്തോടുകൂടി, വളരെ ആഗ്രഹത്തോടുകൂടി ശിഷ്യൻ ഗുരുവിനോട് അഭ്യർത്ഥിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, പർദെ ബർദാർ വ ബിറഹ്നഗു കെമൻ, എന്നോട് ആദ്യമേ പറഞ്ഞ വാക്ക് തന്നെ, ബിറഹ്നെ, നഗ്നമായി അതിൻ്റെ മറകൾ ഉയർത്തിക്കൊണ്ട്, ആ പർദെ ബർദാർ, ആ മറകൾ ഉയർത്തു, ബിറഹ്നെ, എന്നിട്ട് തുറന്ന് ഗൂഖമൻ, എന്നോട് സംസാരിക്കൂ. ആ മറകൾ, ഇപ്പോൾ വെച്ചിരിക്കുന്ന മറകളെല്ലാം ഉയർത്തിക്കൊണ്ട് അതിൻ്റെ പൂർണ്ണ പ്രകാശത്തെ എന്നിൽ വെളിപ്പെടുത്തി തരൂ എന്ന് പിന്നെയും പറയാണ്. എന്നിട്ട് ശിഷ്യൻ പറയാണ്, വളരെ രസകരമായ ഒരു ഉപമയിലൂടെ പറയുന്നു, മേ മീ നഖുസ്ബം ബാസുനം ബാ പിറഹൻ, പിറഹൻ, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു യൂസുഫിൻ്റെ കുപ്പായത്തെക്കുറിച്ച്. മീ നഖുസ്ബം ബാസുനം, പ്രേയസിയോടൊപ്പം ഞാൻ ഉറങ്ങാറില്ല, ബാ പിറാഹൻ, വസ്ത്രം ധരിച്ചുകൊണ്ട്. അതൊരു രസകരമായ ഉപമയാണ്. അത്രമേൽ തുറന്നുകൊണ്ട് ഏറ്റവും എല്ലാം ഒഴിഞ്ഞ് പൂർണ്ണ സമർപ്പിതനായിട്ടാണ്, ഒന്നും ബാക്കിയില്ലാത്ത വിധമാണ് പ്രേയസിയോടൊപ്പം ഉറങ്ങുക. അതുപോലെ എൻ്റെ പ്രേയസിയായ അങ്ങ് അതിനെ പൂർണ്ണമായിട്ടും എനിക്ക് വെളിപ്പെടുത്തി തരൂ, ആ അധ്യാത്മ ഗുരുവിനോട് പറയുകയാണ്. അതുപോലെ പൂർണ്ണമായിട്ടും ആ രഹസ്യത്തെ, ആ ആത്മരഹസ്യത്തെ എനിക്ക് വെളിപ്പെടുത്തി തരൂ എന്ന് പറയാണ്. ഇവിടെ ആ നിദ്ര വളരെ രസകരമായ ഒരു സംഭവമാണ്. ഈ പറഞ്ഞതിന് വലിയ ആധ്യാത്മ അർത്ഥങ്ങളുണ്ട്. ആ ഭാസ്വനം, നഖുസ്ബം ഭാസ്വനം എന്ന് പറഞ്ഞാൽ ആ പ്രേയസിയോടൊപ്പമുള്ള, സ്വനം എന്ന് പറഞ്ഞാൽ ഖുർആനിലൊക്കെ അസ്നാം എന്നാണ് അതിൻ്റെ വിഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ആ പരമബോധത്തെ ആരാണോ പരമമായി പ്രണയത്തിലാകുന്നത്, അതാണ് ആ പൂർണ്ണമായ ആ പ്രേയസി, ആ സ്വനം. അതിൻ്റെ കൂടെയാണ് യഥാർത്ഥത്തിൽ ഉറക്കം. നിദ്ര എന്ന് പറയുന്നത്, ഉറക്കം എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു കൊച്ചു മരണമാണ് എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞൊരു വാക്കാണ്. അതുപോലെ പറയുന്നുണ്ട്, ഈ ജീവിതം ഒരു നിദ്രയാണ്, നിങ്ങൾ മരിക്കുമ്പോഴാണ് അതിൽ നിന്ന് ഉണരുന്നത് എന്ന് പറയുന്നുണ്ട്. നിദ്ര എന്നത് വലിയൊരു പ്രതിഭാസമാണ്. പ്രത്യേകിച്ച് ബാസ്വനം, പ്രേയസിയോടൊപ്പമുള്ള നിദ്ര യഥാർത്ഥത്തിൽ പ്രേയസിയോടൊപ്പമാണ് സംഭവിക്കുന്നത്. അവിടെ എല്ലാം ഒഴിഞ്ഞാണ് ഉറങ്ങുന്നത്. ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മളൊന്നും അറിയുന്നില്ല. നമുക്കത് വിശദീകരിക്കാം ആ ഭാഗം. ഇത് വളരെ സൂക്ഷ്മമായി ആ നിദ്രയെ നമ്മൾ അറിയേണ്ടതുണ്ട്. എന്നിട്ട് പറയാണ്, ആ സമയത്ത് ഗുഫ്തം, ഗുരു തിരിച്ചു പറയുകയാണ്, അപ്പോൾ ഈ ഉപമകളൊക്കെ പറഞ്ഞപ്പോൾ ഈ സാധാരണ ഒരു ശിഷ്യൻ്റെ തലത്തിലിരുന്നിട്ട് എനിക്കത് വെളിപ്പെടുത്തി തരൂ, ആ മറകളെല്ലാം നീക്കൂ, അത് പൂർണ്ണ നഗ്നമായിട്ടെല്ലാം പറഞ്ഞു തരൂ, ഞാനൊരിക്കലും എൻ്റെ പ്രേയസിയോടൊപ്പം ഉടുത്തുറങ്ങാറില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് അതിൻ്റെ സാമാന്യ ഭാഷ്യത്തിൽ വരുമ്പോൾ അതിനെ തിരിച്ച് ഗുരു പറയുകയാണ്. സാമാന്യ ഭാഷ്യമാണ് ആ പറഞ്ഞത്. അതിൻ്റെ അധ്യാത്മ തലത്തിലാണ് നമ്മൾ ആ നിദ്രയെക്കുറിച്ച്, ആ ബോധത്തോടൊപ്പമുള്ള ഉറക്കം എന്നത് ആ പരമബോധത്തോടൊപ്പം തന്നെയാണ് അതിനെ പറയാൻ പോകുന്നത്. വിശദീകരിക്കാം. അപ്പോൾ ഗുരു തിരിച്ചു പറയാണ്, ഗുഫ്തം
ആർ ഒരു യാൻ ശബദ് ഊദർ യാൻ, ആ പ്രകാശം, ആ പൂർണ്ണ പ്രകാശം, അതിൻ്റെ മുഖാവരണം നീക്കിയാൽ, മുഖാവരണം നീക്കി പുറത്ത് നഗ്നമായി എല്ലാം തെളിഞ്ഞുകൊണ്ട് ആ പൂർണ്ണ പ്രകാശം നിന്നിലേക്ക് വരികയാണെങ്കിൽ, ഷുവദ് അർദർയാൻ, അത് വെളിപ്പെടുത്തുകയാണെങ്കിൽ, പിന്നെ പറയാണ് നീ തോ മാനി നീ കിനാരത്ത് നീ മിയാൻ, പിന്നെ നിന്റെ ദേഹമോ നിന്റെ മാറിടമോ നിന്റെ അർദ്ധഭാഗമോ ഒന്നും ബാക്കിയില്ല. പിന്നെ നീ ഉണ്ടാവുകയില്ല, നിനക്കത് താങ്ങാൻ കഴിയില്ല. കാരണം ആ പൂർണ്ണപ്രകാശം നിന്നിലേക്ക് പ്രശോഭിതമായി ആ ജാജ്വലിക്കുകയാണെങ്കിൽ പിന്നെ നീ ബാക്കിയുണ്ടാകില്ല. നിന്നിലുള്ള ഒന്നും, നിന്റെ ഹൃദയഭാഗമോ നിന്റെ നിന്റെ ബോധത്തിലൊന്നും ബാക്കിയില്ല. അതിന് ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ പല തലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നീ എന്നോ ഞാൻ എന്നോ നാം എന്നോ ഉള്ള ഒന്നും ബാക്കിയാകുന്നതല്ല, അതിൽ ഒന്നും ബാക്കിയാവുകയില്ല. കാരണം ആ പ്രകാശം നിന്നെ ഭസ്മീകരിച്ച് കളയും. ഒന്നും ബാക്കിയില്ലാത്ത വിധം നിന്നെ എരിച്ചു കളയുന്ന ആ പൂർണ്ണ പ്രകാശമാണ്. അതുകൊണ്ട് നീ വളരെ സൂക്ഷിക്കുക, വളരെ വളരെ സൂക്ഷിക്കുക. അതാണ് ഗുരു അവിടെ പറയുന്നത്. നീ ആ പ്രകാശത്തിലേക്ക് ഒരു ഈയാമ്പാറ്റയെ പോലെ അടുത്ത് ചെല്ലല്ലേ, നിനക്കത് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് നീ വളരെ സൂക്ഷ്മത പുലർത്തുക നിന്റെ ചോദ്യങ്ങളിൽ, നിന്റെ ആഗ്രഹങ്ങളിൽ എന്ന് ഗുരു പറയുകയാണ്. എന്നിട്ട് അവസാനത്തെ 4-ാമത്തെ ഈരടിയിൽ പറയാണ് ഇന്നത്തെ, ആർസൂമി ഖ്വാഹ്, നിന്റെ ആഗ്രഹങ്ങൾ നീ ചോദിച്ചോളൂ. ലീക്ക് അന്താസ് ഖ്വാഹ്, പക്ഷേ അതിന് നിന്റെ അളവിനെ നീ അറിയണം. നിനക്ക് എത്രമാണ് നിനക്കത് സംവഹിക്കാൻ കഴിയുക, നിന്റെ പാകം എത്രയാണ്, നിനക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും. നീ എല്ലാ ആഗ്രഹങ്ങളും, നിന്റെ ആഗ്രഹം എന്തു വേണമെങ്കിലും ചോദിച്ചോ, പക്ഷേ നിനക്കത് ഉൾക്കൊള്ളാനുള്ള ശേഷിയെ കൂടി നീ മനസ്സിലാക്കണം. എന്നിട്ട് രസകരമായ ഒരു ഉപമയാണ് പറയുന്നത്. ബർനതാബദ് കൂഹ് റായക് ബർഗകാഹ്, ഒരു പുല്ലോലയ്ക്ക് ഒരു പർവ്വതത്തെ താങ്ങി നിർത്താൻ കഴിയില്ലെന്ന് നീ മനസ്സിലാക്കണം. നിന്റെ ശേഷി അത്രയും കുറഞ്ഞാണ്. ഒരു പുല്ലോലയുടെ ശേഷിയാണ് നിനക്കുള്ളത്. നീ ആവശ്യപ്പെടുന്നതോ ഇതാ ഈ പർവ്വതത്തെ എന്നിലേക്ക് തരൂ എന്ന് ആവശ്യപ്പെടുകയാണ്. ശേഷിയില്ല എന്ന് നീ സ്വയം അറിയണം. അതുകൊണ്ട് നിന്റെ ആഗ്രഹങ്ങളൊക്കെ ശരിയാണ്, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, പക്ഷെ അപ്പോഴും നിന്റെ ശേഷിയെ നീ തിരിച്ചറിയണമെന്ന് ഗുരു തിരിച്ചു ഉപദേശിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ ഇതിൻ്റെ സാമാന്യ ഭാഷ്യം. ഇതിൻ്റെ ഈ വാക്കുകളുടെ പൊരുളിലൂടെ നമുക്ക് കുറഞ്ഞ സമയത്തിൽ കടന്നു പോകാം. ഇതിൻ്റെ നമ്മുടെ ഭാഷാന്തരം ആദ്യം വായിക്കാം. ഹുസാമുദ്ദീൻ പറഞ്ഞു, ആ ദിവ്യരഹസ്യത്തെ ബാഹ്യമായും ആന്തരികമായും എന്നിൽ വെളിവാക്കി തരൂ. ആ ദിവ്യനിധി മറയില്ലാതെ പ്രകാശിതമാകുന്നതല്ലേ വിശിഷ്ടം. അത് മറയില്ലാതെ പ്രകാശിതമാകുന്നതല്ലേ ഏറ്റവും നല്ലത്. എൻ്റെ മുന്നിലെ യവനികകൾ നീക്കിത്തരൂ, ഞാൻ പാകപ്പെട്ടിരിക്കുന്നു. എൻ്റെ പ്രേയസിക്കൊപ്പം വസ്ത്രമണിഞ്ഞുറങ്ങുകയോ ഞാൻ. അപ്പോൾ ഗുരു പറയാണ്, ദിവ്യരഹസ്യം പൂർണ്ണപ്രകാശത്തിൽ വെളിപ്പെട്ടാൽ പിന്നെ നീ ബാക്കിയാവില്ലല്ലോ പ്രിയപ്പെട്ടവനെ. നീയും ഞാനും നാമും, നിന്റെ ദേഹവും നിന്റെ ലോകവും നിന്റെ ബാഹ്യതയും നിന്റെ ആന്തരികതയും ഒന്നും പിന്നെ ബാക്കിയാവില്ല. അത്രമേൽ പ്രകാശപൂർണമാണ് അതിൻ്റെ പൂർണ്ണപ്രകാശം എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. പിന്നെ പറയാണ്, നിനക്ക് സംവഹിക്കാൻ സാധ്യമല്ലാത്തതിന് നീ ചോദിക്കരുത്. നിന്റെ ആഗ്രഹം എന്തും, നിന്റെ ആഗ്രഹങ്ങൾ എന്തും ചോദിച്ചോ, പക്ഷെ നിനക്ക് സംവഹിക്കാൻ സാധ്യമാവാത്തതിനെ നീ ചോദിക്കരുത്. ഒരു പുല്ലോലയ്ക്ക് ഒരു പർവ്വതത്തെ താങ്ങി നിർത്താനാവില്ലെന്ന് നീ അറിയണം എന്ന് ഗുരു അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ആദ്യം പറഞ്ഞ വാക്ക് കശ്ഫിനെ കുറിച്ച് പറഞ്ഞു. അത് ആന്തരികമായി വെളിപ്പെടുന്നതാണ്. ആന്തരികമായി വെളിപ്പെടേണ്ടതുണ്ട്. ഈ വഴികളെല്ലാം, ഇതിനെല്ലാം ഒരു ബോധതലത്തിലാണ് ഈ വെളിപ്പെടൽ നടക്കുന്നത്, പുറമേയല്ല. ഈ ആധ്യാത്മ രഹസ്യം, ഇവിടെ പറയുന്ന ദിവ്യനിധി എങ്ങനെ വെളിപ്പെടേണ്ടതാണ്? അകമയാണ് വെളിപ്പെടേണ്ടത്. ഏറ്റവും പൂർണ്ണ നഗ്നമായി അകമയെ എല്ലാ മറകളും നീങ്ങി, ഹാഫിസ് പറയുന്ന നീ തന്നെ നിന്റെ മറ, ഹേ ഹാഫിസ് എന്ന് പറയുന്നുണ്ട്. പ്രിയ പേർഷ്യൻ കവിയായ ഹാഫിസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മറകൾ, നിന്നിലുള്ള മറകൾ നീക്കിത്തരുന്നവനാണ് ഗുരു. ആ മറകൾ എങ്ങനെയാണ് നീക്കുന്നത്? അതിൻ്റെ ഓരോ ഘട്ടമായിട്ട് അതിൻ്റെ ഒരു രീതിയുണ്ട്.
പൂർണ്ണമായും ഒറ്റയടിക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രകാശം അങ്ങ് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ താങ്ങാനുള്ള ശേഷിയില്ല. അതിനെ പാകപ്പെടുത്തി വരേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ശിഷ്യനും ഇതുപോലെ തന്നെ പാകപ്പെടും മുമ്പേ അതിന് പിന്നാലെ അലഞ്ഞുകൊണ്ടിരിക്കും, പിന്നെയും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും, സ്നേഹബുദ്ധിയ നിർബന്ധിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ നിർബന്ധിക്കുമ്പോൾ പല ഒഴികഴിവുകൾ പറഞ്ഞ് ഗുരുക്കന്മാർ അതിൽ നിന്ന് പിന്മാറും. ഗുരുക്കന്മാർ അതിനെ പല രീതിയിൽ പറഞ്ഞു കൊടുക്കും. എത്ര പറഞ്ഞാലും ശിഷ്യർക്ക് അത് ബോധ്യപ്പെടില്ല. കാരണം ശിഷ്യൻ ഇരിക്കുന്ന തലവും ഗുരു ഇരിക്കുന്ന തലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആകാശങ്ങൾ തന്നെ ആ ശിഷ്യ തലത്തിനെ ഓരോ ആകാശങ്ങളിലേക്കും ഉയർത്തിക്കൊണ്ടുവരണം. ഗുരു ഇരിക്കുന്ന ആകാശ തലത്തിലേക്ക് ജ്ഞാനം കൊണ്ടും പ്രണയം കൊണ്ടും പ്രകാശം കൊണ്ടും വളർത്തി ഉയർത്തിക്കൊണ്ടുവരണം. താഴെ ആകാശത്തിലിരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മേലെ ആകാശത്തിലിരുന്ന് പറയുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. അവിടുത്തെ ജ്ഞാനബോധം എല്ലാം വേറെയാണ്. അവിടെ അങ്ങനെ അത് മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെ പാകപ്പെടുത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. ആ സ്ഥലത്തിലാണ് ഗുരു പറഞ്ഞു കൊടുത്തത്, നിനക്കിത് ഇത് നീ ഇതാവശ്യപ്പെട്ടാൽ, നിന്റെ മുമ്പിൽ അത് തുറന്നു വന്നാൽ അത് താങ്ങാൻ നിനക്ക് കഴിയില്ല, നിനക്കതിന് ശേഷിയില്ല എന്ന് നീ അറിയണം. അതത്രമേൽ പ്രകാശപൂർണമാണത്. ആ ദിവ്യരഹസ്യത്തെ, ആ ദിക്റദീൻ എന്ന് പറഞ്ഞ ആ ദിവ്യരഹസ്യം പൂർണ്ണമായി വന്നാൽ അതിന് സാധിക്കുന്നതല്ല. അവിടെയാണ് ശിഷ്യൻ പിന്നെയും പറഞ്ഞത്, ഞാൻ പ്രേയസിക്കൊപ്പം നഹുസ്ബം ബാസ്വനം ഉറങ്ങാറില്ല. ആ പ്രേയസിക്കൊപ്പമുള്ള ആ ഉറക്കത്തെയാണ്, ആ നിദ്രയെ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായൊരു സംഭവമാണ്. ആധ്യാത്മ ഗുരുക്കന്മാർ അതിനെക്കുറിച്ച് ആ സുഷുപ്തി എന്ന് പറയുന്ന ഒരു ദിവ്യാനുഭവമാണ്. അത് ഭാസ്വനം, ആ പ്രേയസിക്കൊപ്പമാണ്, ആ ബോധത്തോടൊപ്പമാണ് ഉറങ്ങുന്നത്. ആ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സാമാന്യമായ ആ കോൺഷ്യസ് മൈൻഡ് ഇല്ലാതാവുകയാണ്. അതില്ലാതായി ഈ ഏറ്റവും ആഴത്തിലുള്ള ഉറക്കം നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഏറ്റവും ചെറിയൊരു ശതമാനം മാത്രമാണ് ഈ ബോധതലം അവിടെ അവശേഷിക്കുന്നത്. അങ്ങനെ നാം ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഉണർന്നാൽ പറയും, നന്നായി ഉറങ്ങി, എന്തൊരു സുഖമായി ഉറങ്ങി. സുഖം എന്ന വാക്കാണ്. ഏറ്റവും സുഖമായി ഉറങ്ങുന്നത് നമ്മുടെ സാമാന്യ ബോധതലം പൂർണ്ണമായി, നമ്മുടെ ഈഗോയുടെ അംശങ്ങളെല്ലാം ഇല്ലാതായി പൂർണ്ണമായും അഴിഞ്ഞൊഴിഞ്ഞ് തണിഞ്ഞ് ഉറങ്ങുമ്പോഴാണ് യഥാർത്ഥമായ സുഖം കിട്ടുന്നത്. അവിടെ നമ്മുടെ ആ ഞാൻ എന്ന ആ അഹന്ത, ആ ഈഗോ, അതെല്ലാം പോയി, ഒന്നും ബാക്കിയില്ല. ഒന്നും അറിയാതെ ഉറങ്ങുന്ന ആ ഉറക്കമാണ് യഥാർത്ഥ സുഷുപ്തി. അവിടുന്ന് ചെറിയൊരു ബോധം വരുന്ന മറ്റൊരു തലത്തിലേക്കാണ് അത് സ്വപ്നമായി മാറുന്നത്. ഒരു പഴയ മലയാളം പാട്ട് ഉണ്ട്, പി ഭാസ്കരൻ്റെ നിദ്ര തൻ നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടിയെന്ന്. മനോഹരമായൊരു പാട്ടാണ്. രസകരമായിട്ടാണ് പി ഭാസ്കരൻ്റെ പല വരികളും. അതിൻ്റെ അകമയെ നമുക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ആധ്യാത്മമായ വലിയ പ്രകാശങ്ങൾ കിട്ടും. ആ നിദ്രയുടെ നീരാഴി നീന്തിക്കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടം കിട്ടിയെന്ന്. അതിനും അപ്പുറം പോയപ്പോഴാണ് ആ പ്രണയഭാജനത്തിൻ്റെ വേണുഗാനം കേൾക്കുന്നത്, ആ സ്വപ്നത്തിലൂടെ കടന്നു പോയപ്പോൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ നിദ്രയുടെ ഈ അബോധ തലത്തിൽ ഇങ്ങനെ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മാവിന് അവിടെ പിന്നെ ഈ ബോധമാണ് അവിടെ ബാക്കിയുള്ളത്. ആ ബോധത്തിൻ്റെ ചെറിയൊരു അംശം ബാക്കിയുള്ളത് വെച്ചിട്ടാണ് ഉണരുമ്പോൾ നമ്മൾ അറിയുന്നത് ഇത്ര സുഖകരമായി ഉറങ്ങിയെന്ന്. അത്രമേൽ ആനന്ദകരമാണ് ആ നിദ്ര എന്ന് പറയുന്നത്, ആ സുഷുപ്തി എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം മനുഷ്യൻ ഉറക്കത്തിലാണ്, മരണത്തോടെയാണ് അവൻ ഉണരുന്നത്. ആ പൂർണ്ണ ബോധമാണ് പിന്നെ ബാക്കിയാകുന്നത്. യഥാർത്ഥത്തിൽ യുങ്ങിനെ പോലെയുള്ള കാൾ ഗുസ്താഫ് യുങ്ങിനെ പോലെയുള്ള സൈക്കോളജിസ്റ്റുകൾ, ആഴത്തിൽ മനഃശാസ്ത്രത്തെ സമീപിച്ച സൈക്കോളജിസ്റ്റുകൾ ഈ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ അബോധ മനസ്സ് എന്ന് പറയുന്ന 3 തരം മനസ്സിനെ ഫ്രോയിഡ് മുതൽ വിഭജിച്ച സ്ഥലത്ത് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. അതിൽ പറയുന്ന ഈ അൺകോൺഷ്യസ് മൈൻഡ് 90% ഒരു മനുഷ്യബോധത്തിൽ നിലകൊള്ളുന്നത് അൺകോൺഷ്യസ് മൈൻഡാണ്. അതത്രയും പ്രകാശം വീശാത്ത വലിയൊരു ഭാഗമാണ്. സമുദ്രത്തിൻ്റെ ആഴങ്ങൾ മുഴുവൻ അതിനുണ്ട്. ഏറ്റവും ഉപരിയായി കാണപ്പെടുന്നത് മാത്രമാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് അതിനും അകമേയുള്ള, അതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് മാത്രമാണ്. ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ഒരു കോൺഷ്യസ്നെസ് അവിടെ പൂർണ്ണമായിട്ടുണ്ട്. ആ ബോധത്തിലേക്ക്, ആ അബോധം എന്ന് പറയുന്ന യഥാർത്ഥ ബോധത്തിലേക്ക് വെളിച്ചം വീശുകയാണ് യഥാർത്ഥത്തിൽ ഈ ധ്യാനത്തിൻ്റെ, ഗുരുക്കന്മാരുടെ, ഗുരു സാമീപ്യത്തിൻ്റെ, ഗുരുപ്രകാശത്തിൻ്റെ വഴി.
അതങ്ങ് തെളിഞ്ഞു വന്നാൽ, അതാണ് നാരായണ ഗുരു പറഞ്ഞു, 1000 സൂര്യന്മാർ ഒരുമിച്ച് പ്രകാശിക്കും പോലെ അത് വല്ലാത്തൊരു പ്രകാശം, ഒരു ബോധതലമാണ്. അവിടെയാണ് ബോധോദയം എന്ന് പറയുന്നത്. ആ ബോധത്തിലേക്ക്, ആ അബോധത്തിൻ്റെ അവസ്ഥയിൽ ഈ സാമാന്യമായ ഈഗോയുടെ ഈ കോൺഷ്യസ് മൈൻഡ് പൂർണ്ണമായും ഇല്ലാതെ തണിഞ്ഞഴിഞ്ഞുറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഈ നിദ്ര എന്ന് പറയുന്നത്. ഈ ഉറക്കത്തിലാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികതയുടെ വലിയൊരു അനുഭവമാണ്. ആ ഉറക്കം എന്ന് പറഞ്ഞത് ഭാസ്വനമാണ്. ആ പ്രേയസിക്കൊപ്പമാണ് നമ്മൾ ഉറങ്ങുന്നത്. ആ പ്രേയസിക്കൊപ്പമുള്ള ആ ഉറക്കം വളരെ അതിമനോഹരമാണ്, അത്യാനന്ദകരമാണ്. അതിനെ അറിഞ്ഞ് അനുഭവിച്ചാൽ, അതിനെ അറിഞ്ഞ് അനുഭവിക്കുന്ന ആ ഉറക്കത്തിൽ എല്ലാം ഒഴിഞ്ഞാണ്. അവിടെ വസ്ത്രം ധരിച്ചുകൊണ്ടല്ല, പൂർണ്ണമായും വിട്ടിട്ടാണ് കിടക്കുന്നത്. എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ്. ആ സമർപ്പിക്കലാണ് യഥാർത്ഥത്തിൽ അവിടെ പൂർണ്ണ സമർപ്പണം അറിയാതെ സംഭവിച്ചു പോകുന്നുണ്ട്. ഈഗോ മുഴുവൻ സമർപ്പിക്കുന്നുണ്ട്. ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് മഹാരോഗമായിട്ട് മാറും. ഉറക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കഠിനമായ ശിക്ഷ എന്ന് പറയുന്നുണ്ട്. ഹിറ്റ്ലറൊക്കെ നാസി കാലഘട്ടത്തിൽ ജൂതന്മാർക്കെതിരെ വിധിച്ചിരുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇതായിരുന്നു എന്ന് പറയപ്പെടും. തടവറകളിൽ ഉറക്കാതിരിക്കുക എന്നുള്ളത്. കാരണം ആ ബോധത്തോടൊപ്പം നമ്മുടെ ജീവിക്കുന്ന 24 മണിക്കൂർ ജീവിക്കുന്നതിൽ ഒരു 8 മണിക്കൂറെങ്കിലും ആ പരമബോധത്തോടൊപ്പം ഈ ഈഗോയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞ് ആ ഉറങ്ങുമ്പോൾ, എല്ലാം അഴിഞ്ഞ് കൊടുത്തങ്ങ് ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിൻ്റെ ആ ആനന്ദം ഓരോ മനുഷ്യനും അനുഭവിക്കുന്നുണ്ട്. അതിനെ യഥാർത്ഥത്തിൽ അതായി അറിയേണ്ടതുണ്ട്. അതിനെ നമ്മുടെ ബുദ്ധിയെ അതിന് ആത്മാവിന് വേളി കഴിച്ചു കൊടുക്കണം എന്ന് പിന്നെ വേദാന്തികൾ പറയാറുണ്ട്. ബുദ്ധിയെ ആത്മാവിന് വേളി കഴിച്ചു കൊടുക്കുന്ന ആ അവസ്ഥയാണ്, ആ വേളിയാണ് യഥാർത്ഥത്തിൽ ആ നിദ്ര എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്, നഹുസ്ബംബാസ്വനം എന്ന് പറയുന്നത്. ആ പ്രേയസിയോടൊപ്പമുള്ള ഉറക്കത്തിന് എല്ലാം ഒഴിഞ്ഞിട്ടാണ് കൊടുക്കുക. പൂർണ്ണമായും സമർപ്പിതനായി ആ ഈഗോയെ പൂർണ്ണമായും വിട്ടൊഴിഞ്ഞുകൊണ്ടാണ് കഴിക്കുക. അവിടെയാണ് യഥാർത്ഥ ബോധം. യഥാർത്ഥ ബോധം മാത്രമാണ് ബാക്കിയാകുന്നത്. ആ ബോധം എന്ന് പറഞ്ഞാൽ 1000 സൂര്യന്മാർ ശേഷിയുള്ള അത്രമേൽ അത്യഗാധമായ സമുദ്രം പോലെ ആഴങ്ങളുണ്ട്. അവിടെ വെളിച്ചം വീശിക്കഴിഞ്ഞാൽ, ആ വെളിച്ചത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വെളിപ്പെടുന്നതാണ് യഥാർത്ഥമായ ആ പ്രകാശത്തിൻ്റെ ഉറവിടമാണത്. ആ ഉറവിടത്തിലുള്ള പ്രകാശം പൂർണ്ണമായും വെളിപ്പെട്ട് കഴിഞ്ഞാലോ അത് താങ്ങാൻ കഴിയില്ല. പിന്നെ ഒന്നും ബാക്കിയാവില്ല. അവിടെ എല്ലാം എരിഞ്ഞു പോകും, ഭസ്മീകരിക്കപ്പെട്ടു പോകും. ആ ഭസ്മീകരിക്കപ്പെട്ടു പോകുന്നതിനെ ഗുരു ഓർമ്മിപ്പിക്കുകയാണ്. നീ പെട്ടെന്ന് അത് തുറക്കപ്പെട്ടാൽ, നീ പറയുന്നത് പോലെ ആ യവനികകൾ പൂർണ്ണമായും മാറ്റി, ആ മറയില്ലാതെ അതിൻ്റെ ബാഹ്യമായും ആന്തരികമായും എല്ലാത്തിനെയും പൂർണ്ണമായും അങ്ങോട്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നീ എന്താണ് മനസ്സിലാക്കിയത്? ഒരു പുല്ലോലയ്ക്ക് ഒരു പർവ്വതത്തെ താങ്ങി നിർത്താൻ കഴിയുമെന്നാണോ? അത്രയും നിസാരമായ നിന്റെ അകമേയിരിക്കുന്ന ആ ബോധത്തിൻ്റെ ആ പൂർണ്ണപ്രകാശം നിന്റെ അകമേ വെളിപ്പെടുത്താനാണോ നീ പറഞ്ഞു തരുന്നത്? എത്രമേൽ എളുപ്പത്തിൽ വെളിപ്പെടാമെന്നോ? അതങ്ങനെ ഒന്നും സാധിക്കുന്നതല്ല. അത് വളരെ പാകപ്പെട്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ നീ വളരെ സൂക്ഷ്മതയോടുകൂടി ആഗ്രഹിക്കുക. നിന്റെ അവിടെയെല്ലാം ആ ഓരോ ആഗ്രഹത്തിലും നിന്റെ ജ്ഞാനപ്രകാശമുണ്ടായിരിക്കണം. കാരണം നിനക്ക് സംവഹിക്കാനാവില്ല എന്ന ജ്ഞാനബോധത്തിലേക്ക് നീ വളരണം. ഇതാണ് ഓരോ അന്വേഷിയെയും ഗുരു ഇവിടെ ഉണർത്തുകയാണ്. നിങ്ങളുടെ ശേഷിയെ, നിങ്ങളുടെ ആന്തരികമായ പാകപ്പെടലിനെ നിങ്ങൾ തിരിച്ചറിയുക, അതിനനുസരിച്ച് ആഗ്രഹിക്കുക, അതിനനുസരിച്ച് ഗുരുവഴികളിൽ സഞ്ചരിക്കുക. അത് ക്രമേണ പാകപ്പെടുന്നതിനനുസരിച്ച് മാത്രം ആ പ്രകാശം നിങ്ങളുടെ ഈ അബോധം എന്ന് പറയുന്ന യഥാർത്ഥ ബോധത്തിൻ്റെ ഇരുണ്ട ഇടങ്ങളിലേക്ക് വെളിച്ചം വീശി പൂർണ്ണ പ്രകാശത്തിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണ ബോധവാന്മാരാവുക. ആ ബോധത്തിൻ്റെ ആ ജ്ഞാനപ്രകാശത്തെ പകർന്നു നൽകുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ മൗലാന റൂമി ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ശേഷിയെ, നിങ്ങളുടെ ആന്തരികമായ പാകപ്പെടലിനെ നിങ്ങൾ അറിയേണ്ടതുണ്ട്. ആ പാകപ്പെടലിന് ശേഷം മാത്രമേ ആ പ്രകാശം നിങ്ങളിലേക്ക് എത്തി പൂർണ്ണ പ്രകാശത്തോടെ നിങ്ങളുടെ അബോധ തലത്തെ പ്രകാശിതമാക്കുകയുള്ളൂ. നിങ്ങളിൽ ആ ബോധോദയത്തിൻ്റെ ആ യഥാർത്ഥമായ അനുഭവ തലത്തിലേക്ക് വളർത്തപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി ക്ഷമയോടുകൂടി, സ്വസ്തിയോടെ, ധന്യതയോടെ നിറഞ്ഞ് കാത്തിരിക്കാനാവുക. കാത്തിരുന്ന് ഈ ഇന്നലെ പറഞ്ഞ കഥകൾക്കകമേ
ആ കാവ്യബിംബങ്ങൾക്കകമേ, ഈ പ്രപഞ്ചത്തിലെ ഓരോ ദൃശ്യത്തിലൂടെയും ദൃഷ്ടാന്തത്തിലൂടെയും അതിൻ്റെ അകമേ, നിങ്ങളുടെ ഓരോ ശ്വാസനിശ്വാസങ്ങളിലൂടെ, ഓരോ കാൽവെപ്പുകളിലൂടെ, ഓരോ ഇമയനക്കങ്ങളിലൂടെ അതിലേക്ക് പാകപ്പെട്ടുകൊണ്ടേയിരിക്കുക. ആ പാകപ്പെടുന്ന ഓരോ നിമിഷത്തെയും അതിൻ്റെ പ്രസൻറ്റിൽ, അതിൻ്റെ പ്രസൻസിൽ ആ വിശിഷ്ടമായ ദിവ്യ സമ്മാനത്തെ, ആ ദിവ്യനിധിയെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിലൂടെ സൂക്ഷ്മമായി അകമേ സഞ്ചരിക്കുക. അങ്ങനെ ആ നിങ്ങളുടെ എല്ലാ ആർജവും എല്ലാ ആഗ്രഹങ്ങളും അവിടെ പൂവിടും. പക്ഷേ അതിൻ്റെ അന്താസ് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് എത്രത്തോളം അത് സംവഹിക്കാൻ സാധിക്കും നിങ്ങളുടെ പാത്രത്തിന്, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ആ ശേഷി എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആശിക്കുക. നിങ്ങളുടെ ആശകൾ നിറവേറപ്പെടും. അതിൻ്റെ ആ സമയം വരുമ്പോൾ നിങ്ങൾ പാകപ്പെടുമ്പോൾ അത് വന്നെത്തിക്കൊള്ളും. അതുകൊണ്ട് ആ പൂർണ്ണപ്രകാശത്തിനായി, ആ പൂർണ്ണപ്രകാശം നിങ്ങളുടെ എല്ലാത്തിനെയും ഭസ്മീകരിച്ച് കളയുന്ന, നിങ്ങളുടെ സ്വത്വത്തെ പൂർണ്ണമായി നിഷ്കാസിതമാക്കുന്ന, ഇല്ലാതാക്കി കളയുന്ന, അതിനെ എരിച്ചു കളയുന്ന ആ പൂർണ്ണപ്രകാശത്തിന് അതിലേക്ക് വരാൻ നിങ്ങളുടെ ആ അബോധ തലത്തെ നിങ്ങൾ പാകപ്പെടുത്തുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിദ്രയെ അറിയുക, നിങ്ങളുടെ ഓരോ ധ്യാനത്തെ അറിയുക, നിങ്ങളുടെ അകമയുള്ള സ്വസ്തിയെ ഗുരുവഴികളിലൂടെ പ്രകാശിതമാക്കി അനുഭവിച്ച് ആ പാകപ്പെടലിലേക്ക് വളർന്നെത്തുക എന്ന് ഗുരു ഇവിടെ വളരെ പ്രണയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ഹുസാമുദ്ദീനെയും, ഓരോ ആത്മാന്വേഷിയോടും ഗുരു ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അനുഭവ സത്യത്തെയാണ്. എല്ലാവരോടും സ്നേഹം.